നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 5,00,000 രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് കാർഡിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ഗവൺമെൻറ് ആരോഗ്യ ഇൻഷുറൻസ് കാത്തിരിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ നിലവിലുള്ള കാർഡുകൾ പുതുക്കണോ എന്നുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കുന്ന ആളുകൾ എന്നിവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതിനു മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാൻ കൂടി മറക്കരുത്. നമ്മുടെ സാമ്പത്തിക കാര്യങ്ങളിൽ ഏറ്റവും അപകടകരമായ കാര്യമാണ് ഹോസ്പിറ്റൽ ചിലവുകൾ. നമുക്കറിയാം, മറ്റെന്ത് ചിലവുകളും നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ സാധിക്കും. ഒരു പക്ഷേ ഹോസ്പിറ്റൽ ചിലവുകൾ നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാനോ അതിൻ്റെ കാര്യങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് അറിയാനോ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സാമ്പത്തിക നിലയിൽ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കുന്ന കാര്യമാണ് ഹോസ്പിറ്റൽ ചിലവിലുള്ള ഭീമമായ സാമ്പത്തിക ചിലവുകൾ. അതിന് പരിഹാരമായിട്ടായിരുന്നു കേന്ദ്ര സർക്കാർ ഈ ഒരു പദ്ധതിയുമായി മുന്നോട്ട് വന്നത്. ആദ്യം ഈ പദ്ധതി തുടങ്ങുന്ന സമയങ്ങളിൽ ഒരു കുടുംബത്തിലെ 5 ആളുകൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ലഭിക്കുന്ന രൂപത്തിലായിരുന്നു ഈ പദ്ധതി ലഭിച്ചിരുന്നത്. അന്ന് ചിപ്പുള്ളൊരു കാർഡ് കുറേ ആളുകൾക്ക് ലഭിച്ചു. പിന്നീട് ഓരോ വർഷവും ഇത് കറക്റ്റായി പുതുക്കി പോരാൻ സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. നമ്മുടെ അടുത്തുള്ള സ്കൂളുകൾ, അതുപോലെ തന്നെ കോളേജുകൾ എന്നിവയുള്ള ക്യാമ്പുകളിലെല്ലാം അതിന് സൗകര്യമുണ്ടായിരുന്നു. ഏകദേശം 10 വർഷത്തോളം ഇതുപോലെ കറക്റ്റായി പുതുക്കിയ ആളുകൾക്ക് 2018-19 വർഷങ്ങളിൽ ഓരോ വ്യക്തികൾക്കും ഓരോ കാർഡ് എന്ന നിലയിലെത്തി. നമ്മുടെ ആധാർ കാർഡിലെ ഫോട്ടോ പതിച്ച ഓരോ കാർഡ് നമുക്കെല്ലാ ആളുകൾക്കും ലഭിച്ചു. എന്നാൽ അതിനുശേഷം കാര്യമായിട്ടൊരു അപ്ഡേഷനും ഇതിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. ഓരോ സമയങ്ങളും ചെറിയ ചെറിയ അപ്ഡേഷനായിരുന്നു വന്നിരുന്നത്. അതിൽ ഏറ്റവും വലിയ അപ്ഡേഷനായിട്ട് വന്നത് 70 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ഈ കാർഡ് എടുക്കാമെന്നുള്ളതായിരുന്നു. അതുപോലെ തന്നെ ഈ കാർഡ് ഇപ്പോൾ നിലവിലുള്ള ആളുകൾക്ക്, 70 വയസ്സ് കഴിഞ്ഞ ആളുകളല്ല, അതിനു മുമ്പ് ഈ കാർഡ് നിലവിലുള്ള ആളുകൾക്ക് കുടുംബത്തിലെ മറ്റംഗങ്ങളെ ചേർക്കാൻ സാധിക്കുമായിരുന്നു. റേഷൻ കാർഡിൽ പേരുള്ള എല്ലാ ആളുകൾക്കും ഇതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിച്ചിരുന്നു. ഇപ്പോൾ ഇത് ഏറ്റവും പുതിയൊരു അപ്ഡേഷൻ കൂടി വരികയാണ്. 60 വയസ്സ് കഴിഞ്ഞ എല്ലാ ആളുകളെയും ഈ കാർഡിൽ ഉൾപ്പെടുത്താനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. വരും ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്കറിയാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിലവിൽ കാർഡ് എടുത്ത ആളുകൾ, ഒരുപാട് ആളുകൾ താഴെ കമൻറ്റായി ചോദിക്കാറുണ്ട് ഈ കാർഡ് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത്. നമ്മുടെ കയ്യിലുള്ള ചിപ്പുള്ള കാർഡ് നഷ്ടപ്പെട്ടു പോയി അല്ല, അത് പ്രശ്നമില്ല. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഫോട്ടോ പതിച്ച ലാമിനേഷൻ കാർഡാണെങ്കിൽ നമുക്ക് പ്രിൻ്റ് എടുക്കാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ തന്നെ ഇതിൻ്റെ കാർഡിൻ്റെ പ്രിൻ്റ് എടുക്കാൻ സാധിക്കും. ജസ്റ്റ് അതിൻ്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും ജസ്റ്റ് അവിടെ നിന്ന് എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മുടെ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തുകൊണ്ട് തന്നെ ഈ കാർഡ് നഷ്ടപ്പെട്ടു പോയാലും വലിയ വിഷയമുള്ള കാര്യമല്ല. അതുപോലെ തന്നെ ഇപ്പോൾ പുതിയത് എടുക്കാനുള്ളൊരു അവസരം ഇപ്പോൾ നിലവിലില്ല. 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ഈ അവസരം വരുന്നുണ്ടെങ്കിലും അതിന് കുറവ് വയസ്സുള്ള ആളുകൾക്ക് ഇപ്പോൾ ഈ ഒരു പുതിയ കാർഡ് എടുക്കാനുള്ള അവസരം ഇപ്പോൾ നിലവിലില്ല. ഇപ്പോൾ ആകെപ്പാടുള്ള ഒരു അവസരം എന്ന് പറയുന്നത്, നിലവിൽ കാർഡുകളുള്ള ആളുകളെ വീട്ടിലുള്ള മറ്റംഗങ്ങളിൽ ചേർക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 70 വയസ്സ് കഴിഞ്ഞ ആളുകളെ ഇപ്പോൾ ചേർക്കാൻ സാധിക്കുന്നുണ്ട്. 60 വയസ്സ് കഴിഞ്ഞ ആളുകളെ ഈ മാസം അവസാനത്തോടു കൂടി ഇതിൻ്റെ അപ്ഡേഷൻ വരുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം.